ഹായ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട് കേട്ടോ. അടാ കുമ്പളം, ചീര, കയ്പ, വെണ്ട, പയർ അങ്ങനെ കുറച്ച് പച്ചക്കറികളുണ്ട്. അപ്പോൾ ആ പച്ചക്കറി തോട്ടത്തിലേക്കാണ് നമ്മളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. കാണാൻ എന്തല്ല പച്ചക്കറികളുള്ളതെന്ന് വാ. ഇത് നമ്മൾ വയലിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. കണ്ടത്തിലൂടെയാണ് നമ്മൾ പച്ചക്കറി നട്ട സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് നമ്മൾ ചീര വിത്ത് പാകിയതാണ്. നോക്കുമ്പോൾ നിറച്ചും ചീര ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കുറേശ്ശെ പൊരിച്ച് നടണം. ഈ പച്ചക്കറികളുടെ എല്ലാം നാടെ ഞാനൊന്നല്ല കേട്ടാ, എൻ്റെ അച്ഛനാണ് പച്ചക്കറി എല്ലാം നടുന്നത്. അതിന് വെള്ളം കോരാൻ വേണ്ടി വന്നിട്ടേ ഉള്ളത്. ഇപ്പോൾ അച്ഛാ ഇതെല്ലാം പച്ചക്കറികളുള്ളതെന്ന് പറഞ്ഞാ എന്നാ നീ കാണുന്നതല്ലേ പേര് പറന്തല്ലാന്ന്. എല്ലാം ഉണ്ടപ്പാ. ചീരയുണ്ട്, ബണ്ടിയുണ്ട്, ഇത് കക്കിരി, അത് പയറ്, ഇത് വെള്ളരി വലുത്. ഇതെപ്പാ പാകാവുക? ഇതെപ്പാ പാകാവുക? പറിക്കേണ്ട സമയമാവുക? അത് കുറച്ചും കൂടി ആവണം. ഒരു മാസം കഴിയും. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ചീര ഉണ്ട്, കൂട്ടം കൂട്ടായിട്ട് നിന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ചീര പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ചീര പൊട്ടിച്ചിട്ട് എന്നാൽ മാത്രമേ ഈ ചീര കുറച്ച് പൊട്ടിച്ച് കഴിഞ്ഞാലാണ് ഇവർക്ക് വളരാൻ വേണ്ടിയിട്ട് കുറച്ച് സൗകര്യം കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചീര പൊട്ടിച്ച് ഇന്നത്തെ ചോറിന് വറവിന്ന് ചീര വറവായിരിക്കും മിക്കവാറും. ഇതെല്ലാം നമ്മളെ വെള്ളരിയാണ്. ഇതെല്ലാം പാകമായി വെള്ളരിക്കലായിട്ടാകുമ്പോൾ ഒരു വീഡിയോ എടുക്കും. നിറച്ചും വെള്ളരിക്കായിരിക്കും, നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ ഉച്ചക്കത്തെ കറികൾക്കൊന്നും ഇനി ക്ഷാമയേ ഉണ്ടാവില്ല. എല്ലാം കുമ്പളം, പടവലം അങ്ങനെ പല പച്ചക്കറികളും നട്ടിട്ടുണ്ട്. നമ്മളിതിന് നട്ടിയിൽ പോവാന്നാണ് പറയുക. നമ്മളെ നാടൻ ഭാഷയിൽ നട്ടിയിൽ പോയിട്ട് പച്ചക്കറി നടുക, പച്ചക്കറി പറിക്കുക എന്നെല്ലാന്ന് പറയുക കേട്ടോ. ഇതാണ് നല്ല നാടൻ കക്കിരീൻ്റെ വള്ളി പടർന്ന് വരുന്നുണ്ടോ. വള്ളി പടരാൻ വേണ്ടിയിട്ട് കുത്തു കൊടുത്തതാണ് കേട്ടോ. ഇത് വെയിൽ ചൂട് അധികം ആയതുകൊണ്ട് ഇതിനെല്ലാം അടിയിൽ തോല് വിരിച്ചു കൊടുക്കുന്നതാ. എന്നാൽ പച്ചക്കറി ആകുമ്പം അങ്ങനെ ക്ഷീണം പിടിക്കൂല പോലും പച്ചക്കറികൾക്ക്, അല്ലെങ്കിൽ വെയിലിനെല്ലാം വാടിപ്പോവും. അതിനോട് തൊട്ടിട്ട് തന്നെ കണ്ട കുറേ തുണികളെല്ലാം മുറിച്ച് വേലി കെട്ടി വെച്ച ഒരു സംഭവം കണ്ട. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, മരച്ചീനി. നമ്മൾ കപ്പ എന്നാ പറയുക ഇവിടെ. കപ്പക്ക് ഒരു സംരക്ഷണം കൊടുത്തതാണ്. ഇല്ലെങ്കിൽ നിറച്ചു പന്നികളായിരിക്കും, നിറച്ചു. ഒറ്റ കപ്പ നമുക്ക് തിന്നാൻ വേണ്ടി കിട്ടലില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണിയെല്ലാം എടുത്തിട്ട് മറച്ച് വെച്ചിട്ട് പന്നീനെ വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേലി കെട്ടി വെച്ചതാണ്. എന്നാലും കിട്ടലൊന്നുമില്ല കേട്ടോ, എല്ലാം പന്നി കൊണ്ടുപോകും. നമുക്ക് തിന്നാൻ കിട്ടലൊന്നുമില്ല, നടുന്നത് മാത്രം, അധ്വാനം മാത്രം മിച്ചം. ഇതെന്തെന്നാണെന്ന് അറിയാവോ? ഇതാണ് കുമ്പളത്തിൻ്റെ തൈ. നല്ല രസമില്ലേ കാണാൻ? ഇതെല്ലാം ഇപ്പം നട്ടപാടായത് കൊണ്ടാണ് കേട്ടോ. ഇതെല്ലാം ഇനി വളർന്ന് വലുതായിട്ടാകുമ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇതെല്ലാം വളർന്ന് വലിയ വള്ളികളായി പടർന്ന് നിറച്ചും കുമ്പളം എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങോട്ട് എടുത്തില്ലേ, വെള്ളം വെള്ളം പാരത്ത്. ഇത് പറ്റൂലെന്ന് തോന്നുന്നല്ലേ വെള്ളം? കണ്ടത്തിലെ വെള്ളം പറ്റൂല കേട്ടാ. ഇതിപ്പം പൊരിച്ച് നട്ടതേനു. എൻ്റെ മോനെന്നാ ഇങ്ങോട്ടൊന്നും വരാൻ, ഇനി വരേണ്ടതാണല്ലോ. ഇടം വരെയല്ലേ നമ്മളതുള്ളൂ. ഇത് ബാക്കിയുള്ളവർക്ക് വളരാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതായത് പൊരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ പൊരിച്ചെടുത്ത ചീര കണ്ട, നല്ല ഫ്രഷ് ചീര, ഒരു വിഷവസ്തു അടിക്കാത്ത നല്ല ഫ്രഷ് ചീര. അങ്ങനെ നമ്മൾ ചീരയെല്ലാം പറിച്ച് വീട്ടിലേക്ക്.
ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുളമാണ് കേട്ടോ. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു നാടാണ് നമ്മളത്.